ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടോ. അത് സാറ്റർഡേ ആയിരുന്നു. സാറ്റർഡേ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള കാരണം കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട് സാറ്റർഡേസിൽ, അതുകൊണ്ടായിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റിട്ട് നോർമലി ഇങ്ങനെയാണ്, രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കും. ഞാൻ അത് എണീച്ചിട്ടുണ്ടാവില്ല, ഞാൻ ചായ വെച്ചിട്ട് ഞാൻ അതുകൊണ്ട് കൊണ്ടേ കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് സാധാരണ ഉള്ള റൂട്ടീൻ. എല്ലാ ദിവസവും ഇങ്ങനെ ബിസ്ക്കറ്റ് ഒന്നും കഴിക്കാറില്ല. അന്നൊരു ചുമ്മാ ബിസ്ക്കറ്റ് കഴിക്കാൻ തോന്നിയപ്പോൾ ജസ്റ്റ് കഴിച്ചെന്നേ ഉള്ളൂ. ഞാൻ അതിന് കൊണ്ടേ കൊടുത്തിട്ട് ഞാൻ അതിന് വിളിക്കണ ആ ഒരു സൗണ്ട് കേട്ടിട്ട് അതിനും എഴുന്നേക്കും കേട്ടോ. അങ്ങനെയാണ് മിക്ക ദിവസങ്ങളിലും. കാരണം ഞാൻ അത് പെട്ടെന്നൊന്നും എഴുന്നേക്കില്ല, കുറച്ച് ടൈം എടുത്ത് എഴുന്നേക്കുള്ളൂ. പിന്നെ കുക്കിംഗ് കഴിഞ്ഞിട്ട് അതിനുള്ള ലഞ്ച് പാക്ക് ചെയ്തേണ്ടത്. അതിന് 3 നേരം കഴിക്കാനുള്ള ഫുഡ് നമുക്ക് കൊണ്ടുപോകണം. അതായത് അവിടെ നിന്ന് കൊടുക്കത്തില്ല, നമ്മൾ കൊണ്ടുപോകണതേ അവർ കൊടുക്കുള്ളൂ. പിന്നെ ഞാൻ റെഡി ആവണേണ്ടത് കുളിച്ചാൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെ കുളിപ്പിച്ചിട്ട് അതിന് മുടിയൊക്കെ കെട്ടി കൊടുക്കണം. കുഞ്ഞു മുടിയാണ്, എന്തായാലും കെട്ടിക്കൊടുക്കണത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ബാഗിൽ കൊണ്ടുപോകാനുള്ള ചാർജറും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് പോകാൻ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ചുള്ളൂ കേട്ടോ അതിനോട് ഡേ കെയറിലോട്ട്. അപ്പോൾ ഫസ്റ്റ് അതിനെ ഡേ കെയറിലാക്കിയിട്ടാണ് ഞങ്ങൾ ഓഫീസിലോട്ട് പോകണേ. അതിന് ഉറക്കം വന്നിട്ടുള്ളൊരു കാറ്റടിച്ചിട്ട് ഉറക്കം വന്നിട്ടിരിക്കുകയാണ്. അതിനോട് ഡേ കെയറിലാക്കി. ഡേ കെയർ എത്തിയപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ ഉണ്ടാവും. അവിടെ അതിനെ നോക്കണ ഒരു ആൻറ്റി ഉണ്ട്. ആൻറ്റിനെ ഭയങ്കര കാര്യമാണ്. അപ്പോൾ ചെന്ന ഉടനെ ആൻറ്റിനെ ആദ്യം അന്വേഷിക്കൽ. കുറേ പേര് ഞങ്ങളോട് ചോദിച്ചായിരുന്നു ജ്വല്ലറി എവിടെയായിരുന്നു. എടപ്പള്ളി പള്ളിയിൽ, ആ പള്ളിയുടെ ഓപ്പോസിറ്റ് കണ്ട ആ പെട്രോൾ പമ്പിൻ്റെ ബാക്കിലായിട്ടാണ്. ഫ്ലെക്സ് ഒക്കെ കാണാൻ പറ്റും അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. അങ്ങനെ തന്നെ ഓഫീസിലെത്തി. അവിടെ അത്യാവശ്യം സ്റ്റെപ്പ് കയറിയിട്ടുണ്ടോ ഞങ്ങളുടെ ഓഫീസിലോട്ട് പോകേണ്ടത്. പെട്ടെന്ന് റെഡി ആയിട്ട് അവിടെ പോയി വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് കഴിക്കാനുള്ള ടൈമായി. പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകേണ്ടത്. അവിടെയും സ്റ്റെപ്പ് കയറിയിട്ടുണ്ടോ പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ഫുഡ് അവിടെ നിന്ന് തന്നെയാണ്, വേറെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാനൊന്നും വേണ്ട. പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് വന്ന് കുറച്ച് നേരം വർക്ക് ചെയ്തപ്പോഴേക്കും വൈകുന്നേരമായിട്ടാണ്. ഇത് പിറ്റേ ദിവസം ഡിസംബർ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെൽക്കം ചെയ്തിട്ട് ഡിസംബറിനെ ചുമ്മാ വെറുതെ ഇങ്ങനെ എഴുതിച്ചതാണ്. പിന്നെ ബസ് സ്റ്റോപ്പിലോട്ട് പോയിട്ട് ബസ് കയറാൻ പോയിട്ട് വിറ്റായിരുന്നു. ഇത് ആ കാണുന്ന KSRTC ബസ്സിലായിരുന്നു എനിക്ക് കയറേണ്ടത്. പക്ഷേ ബസ് വന്ന് ഫ്രണ്ടിൽ നിന്നിട്ടും എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ആ ബസ്സിലാണോ കയറേണ്ടത്. പിന്നെ ബസ് വിട്ടു പോയിട്ട് ഞാൻ അത് വന്ന് എന്നെ ആ ബസ്സിൻ്റെ പുറകെ പോയിട്ട് ആക്കി തന്നാട്ടാ. ഒരു പാലാരട്ടിൽ നിന്നൊക്കെ ഞാൻ ബസ് കയറിയത്. പിന്നെ മുരിക്കുമ്പോൾ എത്തിയപ്പോഴേക്കും അക്ഷയ് വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അക്ഷയ് വന്നിട്ട് അക്ഷയിൻ്റെ കൂടെ വീട്ടിൽ പോയി. എൻ്റെ വീട്ടിലോട്ടാണ് പോകണം, കാരണം ഉമ്മച്ചീൻ്റെ അടുത്താണ് അതിനുള്ളത്. അവിടെ പോയിട്ട് അതിനും എടുത്തിട്ടാണ് ഞാൻ അതിൻ്റെ വീട്ടിൽ പോകൽ. അതിൻ്റെ ഇടയ്ക്ക് കടയിൽ കയറിയിട്ട് കുറച്ച് നാളെ വാങ്ങിക്കാണ്ടായിരുന്നു. പാലൊക്കെ വാങ്ങിക്കണമെന്ന് ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിക്കാനുള്ള സ്നാക്സും വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് പോയി. അവിടെ നിന്ന് ചെന്നപ്പോഴേക്കും അതിനുവിൻ്റെ എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. നോർമലി ഇങ്ങനെയല്ല, ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഒക്കെ എന്നെ കാണുമ്പോൾ. പക്ഷെ അന്ന് കണ്ടിട്ട് പ്രത്യേകിച്ച് ഒരു എക്സ്പ്രഷനും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താണെന്നുള്ള ആൾ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു തോന്നുന്നു. പ്രത്യേകിച്ച് ഞാൻ വന്നതൊന്നും ഇഷ്ടമാവാത്തൊരു പോലെയായിരുന്നു ഫേസ് ഉണ്ടായിരുന്നത്. കണ്ടോ, പ്രത്യേകിച്ചൊന്നുമില്ല. പെട്ടെന്ന് കണ്ടപ്പോഴേക്കും എൻ്റെ അടുത്ത് വന്നിട്ടാ. പിന്നെ അവിടെ നിന്ന് വെച്ച് ഓറഞ്ച് ജ്യൂസ് അടിച്ചു. ഓറഞ്ചല്ല, ക്യാരറ്റ് ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇക്കാക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അതിൻ്റെ വീട് ഒരു സ്റ്റോപ്പിലേക്ക് ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ ഇക്കാക്ക തന്നെ അങ്ങനെ ആക്കിത്തരും. എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ്, ഇക്കാക്ക ആക്കിത്തരും വീട്ടിലോട്ട്. ഇനിയിപ്പോൾ ഇക്കാക്ക വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ ഉമ്മച്ചി ആക്കിത്തരും. അതായത് നടന്നു വരും, ഞങ്ങൾ നടക്കാനുള്ള ലോങ്ങുള്ളൂ. പിന്നെ വൈകുന്നേരം രാത്രി ആയപ്പോഴേക്കും ഫിലിം ഡൗൺലോഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അമരം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള അപ്പോൾ രാത്രി ഇന്ന് സ്നാക്സ് ഒക്കെ കഴിക്കാൻ വെച്ചിട്ട് വേഗം കടയിൽ പോയിട്ട് ഉണ്ണിയപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും 9 വന്നിട്ടുണ്ടായിരുന്നു. അവൻ രശ്മിക്കും ദിവ്യക്കും ഫോണിൻ്റെ പൗച്ചും പിന്നെ ഗ്ലാസ്സൊക്കെ വേണം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തരാൻ വേണ്ടി അവൻ വന്നേട്ടോ. പിന്നെ അതിനെ കുളിപ്പിച്ച് കിടത്തി ഉറക്കിയതിന് ശേഷം ഞങ്ങൾ ഫിലിം കാണാനിരുന്നു. പക്ഷേ പകുതി കാണാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും അതിന് എഴുന്നേറ്റിട്ട് അലമ്പായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ട്രൈപ്പോഡില്ലേ, അതിനകത്ത് ഹാങ് ചെയ്ത് അതിൻ്റെ തൊട്ടിൽ ഹാങ് ചെയ്തിട്ടാണ്ടോ ഞങ്ങൾ മൂവി